ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത്രയൊന്നും പ്രശസ്തയല്ലാത്ത ഒരു സിനിമാ നടി ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായി ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. ആദ്യഘട്ടത്തിലൊന്നും രാഹുലിനെതിരെ ഒരു പരാതിക്കാർ പോലും രംഗത്തുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ രാഹുലിൻ്റെ രാഷ്ട്രീയ എതിരാളികളും ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വിഷയം തുടർച്ചയായി ആളിക്കത്തിച്ചുകൊണ്ട് 3 പരാതിക്കാരെ രംഗത്തു വരുവാൻ പ്രേരിപ്പിച്ചു എന്ന സംശയവും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും 3 പരാതിക്കാർ രംഗത്ത് വന്നതോടെ അവരുടെ മൊഴിയുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി കേരള പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും കേസുകളിൽ രാഹുലിന് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതിനാൽ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്തേ അടങ്ങൂ എന്ന പിണറായി വിജയൻ്റെ നിർബന്ധ ബുദ്ധി ശിരസാ വഹിച്ച കേരള പോലീസ് 3ാമത്തെ പരാതി ലഭിച്ചപ്പോൾ അതീവ രഹസ്യമായി കേസ് രജിസ്റ്റർ ചെയ്യുകയും പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം പാലക്കാട്ടേക്കെത്തി അർദ്ധരാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹോട്ടൽ മുറിയിൽ നിന്ന് നാടകീയമായി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിനും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. തുടർന്ന് നിരവധി ദിവസങ്ങളിൽ ജയിലിൽ കഴിഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അതിനുശേഷം കോടതിയിൽ നിന്ന് ജാമ്യം നേടിയാണ് സ്വതന്ത്രനായത് എന്നും നമുക്കറിവുള്ള കാര്യമാണ്. ഏതൊക്കെയാണെങ്കിലും ഈ 3 കേസുകളിലും കോടതിയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ 3 സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമായിരുന്നുവെന്ന് കോടതിയിൽ സ്ഥാപിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവുകളും അദ്ദേഹം കോടതികളിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതികൾ രാഹുലിന് ജാമ്യം അനുവദിച്ചതെന്ന് ഈ ജാമ്യ ഉത്തരവുകളിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. അതുപോലെ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സുപ്രധാന നിരീക്ഷണം എന്ന് പറയുന്നത് ഈ പരാതിക്കാരിൽ 2 സ്ത്രീകൾ വിവാഹിതരാണ്. അതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വാദമുഖം നിലനിൽക്കുന്നില്ല എന്നും കോടതി പറയുന്നുണ്ട്. ഇത് കേസിൻ്റെ മെറിറ്റിനെ തന്നെ ബാധിക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒബ്സർവേഷനാണെന്നാണ് നിയമവൃത്തങ്ങളിലെ വിദഗ്ധർ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ആ വിഷയമല്ല. രാഹുൽ മാങ്കൂട്ടം 2ാമത്തെ കേസിലെ പരാതിക്കാരിയെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു എന്നാരോപിച്ച് കേരള പോലീസ് അദ്ദേഹത്തിൻ്റെ ഈ കേസിലെ ജാമ്യം റദ്ദ് ചെയ്യുവാൻ കോടതിയെ സമീപിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഈ പരാതിക്കാരിയെ ഫോണിൽ ബന്ധപ്പെട്ടത് സ്വാധീനിക്കുവാനുള്ള ശ്രമമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് കേരള പോലീസ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത്. എന്നാൽ ഈ നീക്കങ്ങൾ അമ്പാടെ പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കോടതിയിൽ പിന്നീട് സംഭവിച്ചത്. എന്നാൽ രാഹുലിന് ഈ ദിവസം നിർണായകം എന്ന് ബ്രേക്കിംഗ് ന്യൂസ് നൽകിക്കൊണ്ട് രാഹുലിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യുവാൻ പോലീസ് നടത്തിയ നീക്കത്തെ മാധ്യമങ്ങളിൽ മുഖ്യ തലക്കെട്ടായി അല്ലെങ്കിൽ എക്സ്ക്ലൂസീവായി ബ്രേക്കിംഗായി അവതരിപ്പിച്ച ചാനലുകളൊന്നും പിന്നീട് എന്തു സംഭവിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറായിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ ഇവരുടെ ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നതാണ്. അതിനാൽ പ്രേക്ഷകർ സത്യമറിയണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യുവാൻ കോടതിയിലേക്ക് നീങ്ങിയ പോലീസിന് എന്ത് സംഭവിച്ചു എന്ന് വിശദീകരിക്കുവാനായി ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഈ പെൺകുട്ടിയെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു സത്യമാണെന്നാണ്. പക്ഷേ അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, നേരെ മറിച്ച് അയാൾക്ക് ഇത്തരത്തിലൊരു കോൾ അബദ്ധത്തിൽ ഡയൽ ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായതാണ്. രാഹുൽ ഈ വിഷയത്തിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള തെളിവുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു ദിവസം താനൊരു സെലിബ്രിറ്റിക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം വാട്സപ്പ് സ്റ്റാറ്റസായി പങ്കുവെക്കുകയുണ്ടായി. പിന്നീട് തൻ്റെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പരിശോധിച്ചപ്പോൾ 2ാമത്തെ കേസിലെ പരാതിക്കാരി തൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടെന്ന് രാഹുൽ മനസ്സിലാക്കുന്നു. ഉടനടി ഭയന്നു പോയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഇവരെ ബ്ലോക്ക് ചെയ്യുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വാട്സപ്പിലെ സ്വിച്ചുകൾ അമർത്തിയപ്പോൾ അറിയാതെ കോൾ ബട്ടൺ ഞെങ്ങിപ്പോകുകയും താൻ കോൾ ചെയ്തു എന്ന് മനസ്സിലാക്കിയ ഉടൻ രാഹുൽ ഈ കോൾ കട്ട് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഈ നമ്പർ രാഹുൽ മാങ്കൂട്ടം വാട്സപ്പിൽ നിന്നും തൻ്റെ ഫോണിൽ നിന്നും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് പരാതിക്കാരി തൻ്റെ 2ാമത്തെ വാട്സപ്പ് നമ്പറിൽ നിന്ന് രാഹുലിൻ്റെ ഈ സ്റ്റാറ്റസിന് റിപ്ലൈ കൊടുത്തതോടെ രാഹുൽ മാങ്കൂട്ടം അവരുടെ ആ നമ്പരും ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് പരാതിക്കാരിയുടെ അമ്മ അവരുടെ ഫോൺ നമ്പറിൽ നിന്ന് രാഹുലുമായി ചാറ്റ് ചെയ്യുവാൻ ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്തത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ രാഹുൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ പോലീസ് മാത്രമല്ല പരാതിക്കാരിയും രാഹുലിനെ ബോധപൂർവം പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടോ, പരാതിക്കാരിയുടെ അമ്മയ്ക്കും ഈ നീക്കത്തിൽ പങ്കുണ്ടോ എന്നെല്ലാം നാം സംശയിക്കേണ്ടിയിരിക്കുന്നു.
സ്വാഭാവികമായും തൻ്റെ മകളെ ബലാത്സംഗം ചെയ്ത ഒരാളുമായി എന്തിനും ഒരമ്മ ചാറ്റ് ചെയ്യണം എന്ന ചോദ്യം ഉയർന്നു വരും. അവർക്ക് യഥാർത്ഥത്തിൽ രാഹുൽ തൻ്റെ മകളെ ബന്ധപ്പെടുന്നതിൽ നിന്ന് അയാളെ വിലക്കാനായിരുന്നുവെങ്കിൽ രാഹുലിനെതിരെ പോലീസിലൊരു പരാതി നൽകിയാൽ മതിയായിരുന്നു. എന്നാൽ ഇതിനു പകരമായി ഇവർ രാഹുലുമായി ചാറ്റ് ചെയ്യുവാൻ ശ്രമിച്ചത് രാഹുലിനെ ആസൂത്രിതമായി കൊടുക്കുവാൻ നടത്തിയ ഒരു ശ്രമങ്ങളുടെ ഭാഗമാണോ എന്ന സംശയം സ്വാഭാവികമായും ഉയർന്നു വരികയും അന്വേഷിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഇതിനൊന്നും ഇവിടുത്തെ മാധ്യമങ്ങളോ പോലീസോ തയ്യാറാവില്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിൽ പരാതിക്കാരിയുടെ അമ്മയുടെ നമ്പരും പരാതിക്കാരിയുടെ 2 നമ്പരും രാഹുൽ മാങ്കൂട്ടം ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഇവർ പോലീസിനെ സമീപിച്ചതും രാഹുൽ തങ്ങളെ ബന്ധപ്പെടുവാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി കൊടുത്തിട്ടുള്ളതും. അതിനുശേഷം കേരള പോലീസ് ഇതൊരു മികച്ച അവസരമായി കണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും ജയിലിലേക്ക് അയക്കുവാനുള്ള സുവർണാവസരമായി കണ്ടുകൊണ്ട് നടത്തിയ നാടകമാണ് കോടതിയിൽ പൊളിഞ്ഞു വീണിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നീതിപീഠം നിൽക്കുന്നത് ഏതെങ്കിലും പക്ഷപാതിത്വത്തിൻ്റെ പേരിലല്ല, നേരെ മറിച്ച് കൃത്യമായി അയാൾ ഇത്തരം പൊള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നത് കൊണ്ടാണ്. ഇതിനാൽ തന്നെ കോടതിയുടെ ആനുകൂല്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവ് ഇന്ന് സ്വതന്ത്രനായി മുന്നോട്ട് പോകുന്നത് എന്നും പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ കോടതികൾ രാഹുലിനോട് മാനുഷികമായ പരിഗണനയും രാഹുൽ സമർപ്പിച്ച തെളിവുകളോട് ശാസ്ത്രീയമായുള്ള പരിഗണനയും നൽകുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ 10 പന്തേ തന്നെ പിണറായി വിജയൻ്റെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിലടയ്ക്കുമായിരുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തെ ഇത്രമാത്രം ഭയപ്പെടുന്നത് എന്നതാണ്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയല്ല, പാർട്ടിയിൽ സ്ഥാനമാനങ്ങളില്ല, പാർട്ടിയിൽ അംഗത്വമില്ല. അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ പ്രതിനിധിയായി LDFിനെതിരെ എവിടെയും മത്സരിക്കുന്നുമില്ല. എന്നാൽ പോലും പിണറായിക്ക് ഇവിടെ കൃത്യമായ ഒരു തിരിച്ചറിവുണ്ട്. പിണറായിക്ക് മാത്രമല്ല CPMനും BJPക്കും ഈ തിരിച്ചറിവുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന ജനനേതാവിന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങൾക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വന്നാൽ അത് തങ്ങളുടെ വിജയസാധ്യതകളെ കാര്യമായി ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇന്നും പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഏറ്റവും നിശിത വിമർശകനായിട്ടുള്ള ഒരു നേതാവിനെതിരെ നടന്ന ഗൂഢാലോചനയാണ് രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ജനങ്ങൾ കേരളത്തിലുണ്ട്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായിക്കെതിരെ ഒരു സ്വതന്ത്രൻ എന്ന നിലയിൽ പോലും പ്രതികരണങ്ങൾ നടത്തിയാൽ, രാഷ്ട്രീയ പ്രചാരണത്തിനിറങ്ങിയാൽ അത് അവർക്ക് താങ്ങുവാൻ കഴിയാത്ത ഒരു ആഘാതമായി മാറും. അതുകൊണ്ട് നിയമത്തിൻ്റെ ഏത് സാധ്യതയും ഏത് പഴുതുകളും ഉപയോഗിച്ച് രാഹുലിനെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സർക്കാരും CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും നീങ്ങുന്നത്. എന്നാൽ ഇതിന് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നതാണ് ഒരു ഘട്ടത്തിലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു കാര്യം. രാഹുലിന് നിർണായകമായ ഒരു ദിവസമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ബ്രേക്കിംഗ് ന്യൂസ് നൽകുമ്പോൾ സ്വാഭാവികമായും ആ കേസിൽ, ആ കോടതിയിലെ സംഭവത്തിൽ എന്ത് സംഭവിച്ചുവെന്ന്, അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നുവെന്ന് ജനങ്ങളോട് തുറന്നു പറയുവാനുള്ള ഉത്തരവാദിത്വവും അവർ ഏറ്റെടുക്കേണ്ടതാണ്. എന്നാൽ ഒരു ഭാഗം മാത്രം അവതരിപ്പിച്ചുകൊണ്ട് രാഹുലിനെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പെൺവേട്ടക്കാരനായി അവതരിപ്പിച്ച മാധ്യമങ്ങൾ ഇവിടെ പക്ഷപാതപരമായി ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള റിസൾട്ട് എന്തായിരുന്നുവെന്ന് ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു സമീപനമല്ല. രാഹുൽ മാങ്കൂട്ടം കേസിൽ ആസൂത്രിതമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പലവട്ടവും നേരത്തെ പല വീഡിയോകളിലൂടെയും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. മാധ്യമങ്ങളുടെ സമീപനവും പോലീസിൻ്റെ സമീപനവും CPMൻ്റെ സമീപനവും BJPയുടെ സമീപനവും പരാതിക്കാരുടെ പരാതിയുടെ സ്വഭാവ രീതികളുമെല്ലാം ഇതിലേക്ക് വെളിച്ചം വീശുന്നതാണ്. എന്നിരുന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നില്ല എന്നത് അദ്ദേഹത്തിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് നിലനിൽക്കുമ്പോഴും രാഹുലിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. തൻ്റെ മാതൃസംഘടനയിലേക്ക് ഒരിക്കൽ തിരികെ വരാമെന്നും തൻ്റെ മാതൃസംഘടന അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നുമുള്ള പ്രതീക്ഷ അയാൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇപ്പോൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം രാഷ്ട്രീയ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുക, പ്രചരണ രംഗത്ത് നിന്ന് മാറി നിൽക്കുക എന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായി കടന്നു വരാതെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ മാത്രം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നത്. എന്നാൽ രാഹുലിൻ്റെ സാന്നിധ്യം ഈ പ്രചരണ രംഗത്ത് ഏറെ അനിവാര്യമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം റാന്നിയിൽ പ്രവർത്തകർ ആകസ്മികമായി അതുവഴി പോയ അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചിട്ടുള്ള സ്നേഹവായ്പകൾ. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങുവാൻ അവർ നിർബന്ധിച്ചപ്പോഴും വാഹനത്തിൽ നിന്ന് ഇറങ്ങുവാൻ കൂട്ടാക്കാതെ അവരോട് സ്നേഹപൂർവ്വം 10,000-ൻ്റെ ലീഡ് റാന്നിയിൽ നിന്ന് UDF സ്ഥാനാർത്ഥിക്ക് നേടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹൃദയം വിങ്ങുകയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും തലയെടുപ്പോടെയും
തിളക്കത്തോടെയും നിന്നുകൊണ്ട് പിണറായി വിജയനെ വെല്ലുവിളിക്കേണ്ടുന്ന കോൺഗ്രസിൻ്റെ മുഖവും നാവുമായിരുന്നു അദ്ദേഹം. ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായി ഈ അവസരങ്ങൾ അയാൾക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ കാലത്തിൻ്റെ കാവ്യനീതി എന്നെങ്കിലും പുലരുമെന്നും ഈ കേസിലെ ഗൂഢാലോചനയുടെ സത്യാവസ്ഥ പുറത്തു വരുമെന്നും പ്രത്യാശിച്ചുകൊണ്ടാണ് രാഹുലിനെ സ്നേഹിക്കുന്നവർ ഇന്നും മുന്നോട്ട് പോകുന്നത്. രാഹുൽ കേസിൽ പോലീസ് നടത്തിയ തുടർ നാടകങ്ങളുടെ നീക്കങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഈ വിഷയത്തിലെ ഗൂഢോദ്ദേശം തുറന്നു പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.